7.5 ഏക്കർ പറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നതിലാണ് അതിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ വകയിൽ. ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് രാജഭക്തിയുള്ള കുറച്ച് യൂസ്ലെസ്സുകളുണ്ട്. യൂസ്ലെസ്. അവരിപ്പോൾ തന്നെ പറഞ്ഞ് മീശ പിരിച്ചു വെച്ചിട്ട് പറഞ്ഞ് പിണറായി വിജയനെ തൊട്ടാൽ തലസ്ഥാനം കത്തിയെങ്കിൽ പൊന്നു തമ്പുരാനെ തൊട്ടാൽ കേരളം കത്തുമെന്ന്. ആ പഴുതാര പോലെ ഒരു മീശയും പിടിച്ചിരിക്കുന്ന ആ ഊളേനെയാണോ പൊന്നു തമ്പുരാനെന്ന് പറയുന്നത്? അവൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? നായാട്ട് നടത്തി വന്നവനാണ്, യുദ്ധം ചെയ്തവനാണ് രാജാവ്. ഒരു കൊതുവിനെ പോലും നേരെ അടിച്ചിടാൻ പറ്റാത്തവനാണോ രാജാവ്? ഒരു തുരുമ്പ് പിടിച്ച വാളും വെച്ചിട്ട് കുറേ റീലും നടത്തി. എത്ര ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ത്രീകളുള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരു ADGPക്ക് അവിടെ ഭൂമി കിട്ടിയതിൻ്റെ പിന്നാമ്പുറ കഥകളെപ്പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണം. എങ്ങനെയാണ് ADGPക്ക് അവിടെ ലാൻഡ് കിട്ടിയെന്ന്, എന്ത് കാര്യത്തിൻ്റെ ഒത്തുതീർപ്പിലാണ് ലാൻഡ് കിട്ടിയെന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പവറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്കിങ്ങും കൂടെ ഞാൻ തരികയാണ്. മാധ്യമങ്ങൾ കള്ളന്മാരാണ്, മാധ്യമങ്ങൾ കൊള്ളില്ല, പോലീസ് തെണ്ടിത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ പ്രശ്നം നടത്തുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരത്തു നിന്ന് സ്വർണ്ണ മോഷണം പോയതും രത്നങ്ങളൊക്കെ മോഷണം പോയതും നിങ്ങളൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലേ? വാർത്ത കേട്ടില്ലേ? ആ സ്വർണം മോഷണം പോയതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും പോലീസിന് കിട്ടി. ACP സന്തോഷിൻ്റെ കീഴിൽ ആ തൊണ്ടി വിറ്റ പൈസ, മീൻസ് ആ മുതൽ വിറ്റ പൈസ എല്ലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലും ആ സ്ത്രീക്ക് വളരെ വേണ്ടപ്പെട്ട വേറൊരാളുടെ അക്കൗണ്ടിലും വന്നു. ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ സ്ത്രീ അപമാനിച്ചു എന്ന് പറയും. ഞാൻ അത് പറഞ്ഞില്ല. പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കണം. കാർത്തിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കമ്മീഷണർ വളരെ സ്ട്രോങ് ആയിട്ട് ആരെടുത്തും വളയാതെ അദ്ദേഹം ഈ അന്വേഷണം നടത്തി വിവരം കൊണ്ടുവന്നു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി തമ്പുരാട്ടി എന്ന് പറയുന്ന അവർ പറഞ്ഞ എന്താണെന്നറിയോ? കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേര് വരികയാണെങ്കിൽ ഇത് പുറത്തു വരരുതെന്ന്. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ന്യായമാണെന്ന് പറയൂ. ഈ പൈസ ആരുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇതെല്ലാം പോലീസിൻ്റെ കയ്യിൽ കിട്ടി, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. ഇതൊരു വലിയ മാഫിയാണ്. ഇതിനെതിരെ ഭദ്രാനന്ദ് അല്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല.